ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് മത്തി മോരൊഴിച്ചത് പറഞ്ഞ കറി അറിയോ? കണ്ണൂരുകാർക്ക് മിക്കവാറും ആൾക്കാർക്കും അറിയായിരിക്കും. പക്ഷേ മറ്റുള്ള ജില്ലക്കാർക്ക് അറിയുമെന്നുള്ള സംശയമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതിനിടയ്ക്കൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട സമയത്ത് മിക്കവാറും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെന്നാ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്കൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതൊക്കെ എടുത്തു വെക്കുക. അതുപോലെ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് വറവിട്ട് വെക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതുപോലെ തേങ്ങ, ജീരകം ചേർത്ത് അരച്ച് വെച്ചത് പേസ്റ്റ് കണക്കിന് അരച്ച് കൊടുക്കുക. തൈര് തൈരായില്ലതെങ്കിൽ ജാറിലിട്ടൊന്ന് നല്ല ലൂസാക്കി അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയെടുക്കുക. ആദ്യം തന്നെ ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടുമ്പോഴേക്കും നമുക്കതിലോട്ട് കറിവേപ്പില, അതുപോലെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇത് വഴന്ന് വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്കവാറും മാക്സിമം മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നമുക്ക് ആ കറികളിലും കിട്ടും. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, തക്കാളിയും ചേർത്ത് കൊടുക്കുക. നന്നായി വഴന്ന് ഇതാവുമ്പോഴേക്കാണ് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട. പൊടികൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പൊടിയും ചേർത്ത് കൊടുക്കേണ്ട. നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. വഴറ്റിയതിലേക്ക് നമ്മൾ ഈ തേങ്ങയും ജീരകവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടില്ലേ, ആ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മുറിച്ച് ഫ്രഷാക്കി വെച്ചിട്ടുള്ള നമ്മളെ മത്തി ഇട്ട് കൊടുക്കേണ്ടത്. മത്തിയിലൊന്നും ചേർക്കുന്നില്ല, ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല, മുറിച്ച് വെച്ചത് മാത്രം ഒന്ന് ചേർത്ത ശേഷം ജസ്റ്റ് ഇതുപോലെ കയ്യിൽ അധികം ഇളക്കാതെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ മോര് ഇതുപോലെ കട്ട തൈരാണെങ്കിൽ മാത്രമേ നമ്മൾ ജാറിലിട്ട് അടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ല നമ്മളെ പുളിയിലെ മോരാണെങ്കിൽ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ക്യാമറ ഓഫായിരുന്നു. അപ്പം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഉപ്പ് കുറച്ച് കുറവായിരിക്കും. വീണ്ടും ഒന്ന് ഉപ്പിട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഇതിന് തിള വരാൻ നിൽക്കണ്ട. കാരണം മോരൊഴിച്ച ശേഷം അധികം തിള വരണ്ട. ജസ്റ്റ് ഒന്ന് കുമിള പോലെ വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഓഫാക്കി കൊടുത്ത ശേഷം വറവിട്ട് കൊടുക്കുക. വറവിടുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ചെറിയ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് വേണമെങ്കിൽ കറിവേപ്പില, വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് അത് റെഡി ആകുമ്പോഴേക്കും കറീൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് കറി ഇളക്കാൻ പാടില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് തണിയുന്നത് വരെ അതൊന്ന് അടച്ച് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ തന്നെ നമുക്ക് ആ കറി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കാന്താരി എല്ലാവരുടെ വീട്ടിലുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ ഒരു 2 കാന്താരിയും കൂടി പൊട്ടിച്ച് അതിലിട്ടിട്ട് വേണം നമ്മൾ ചോറിന് ഈ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വീട്ടിലെല്ലാവരും ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ല ഇത് ഓർത്ത് ചെയ്യുന്നവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നെങ്കിൽ ഇന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.